മുതലപ്പുഴയിൽ സമരക്കാരുമായി നടത്തിയ ചർച്ച അവസാനിച്ചു. അറസ്റ്റിലായ ആളെ മോചിപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. മറ്റാവശ്യങ്ങൾ അതുകഴിഞ്ഞ് അംഗീകരിക്കാമെന്നും സമരക്കാർ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നിലവിൽ മുതലപ്പുഴയിൽ സമരക്കാരുമായി നടത്തിയ ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? മുതലപ്പുഴയിലെ ചർച്ചയിൽ പറയുന്നത്, ചർച്ചയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുറച്ച് തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ കിടക്കുന്ന ടെട്രാപോഡുകൾ അടക്കമുള്ള മെഷീനറി എത്തിച്ച് ബുധനാഴ്ച മുതൽ മാറ്റിത്തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്കവേറ്ററുകൾ നാളെ മുതൽ പ്രവർത്തിച്ച് മണ്ണ് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രഗിരി ഡ്രഡ്ജ് നാളെ മുതൽ തന്നെ 10 മണിക്കൂർ പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചത്. അടുത്ത ആഴ്ച മുതൽ സമയം വർദ്ധിപ്പിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്ക് ഭാഗം മണൽ നിക്ഷേപിക്കുന്ന ഭാഗം ബണ്ട് നിർമ്മിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയിൽ പറയുന്നുണ്ടെങ്കിലും, ചർച്ച അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ല പ്രതിഷേധക്കാർ നീങ്ങുന്നത്. അതായത് രാവിലെ തന്നെ ഈ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ആക്രമണ സ്വഭാവം കാണിച്ച അവിടുത്തെ ഓഫീസിലെ ജനൽച്ചില്ലുകൾ തകർത്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോസ്റ്റൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. അയാളെ മോചിപ്പിക്കുന്നത് വരെ സമരക്കാർ പിന്നോട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറ്റു ആവശ്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് പരിഗണിക്കാമെന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ സമരക്കാർ കടന്നിട്ടുള്ളത്. പ്രതിഷേധം തുടരുന്നുണ്ട്. ഉപരോധം ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന 7 ഉദ്യോഗസ്ഥരും ഇപ്പോഴും അവിടെ തുടരുന്ന സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഉപരോധവും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംഘർഷ സാധ്യതയ്ക്ക് ഒരു അയവ് വന്നു എന്നുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അക്കാര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും പ്രതിഷേധക്കാർ അവിടെ നിന്നും പിന്മാറാത്ത ഒരവസ്ഥയാണ്. നാളെ ജഡ്ജികൾ കൊണ്ടുവന്ന് മണ്ണ് നീക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും അറസ്റ്റ് ചെയ്ത ആളെ കൂടെ വിട്ടയക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിഷ്ണു, നിലവിൽ അറസ്റ്റിലായ ആളെ മോചിപ്പിക്കണമെന്ന സമരക്കാരുടെ ആവശ്യത്തിൽ പോലീസിന്റെ നിലപാട് എന്താണ്? ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം അതിന് പോലീസിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ആക്രമണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓഫീസിന്റെ ജനൽച്ചില്ലുകൾ തകർത്തതിനെ കുറിച്ചും ആക്രമണ സാധ്യത കൂടുതലുണ്ടായി, സംഘർഷം ശക്തമാകുമെന്നുള്ള തോന്നിയതിനെ തുടർന്ന് തന്നെയാണ് നേരത്തെ നടപടിയെടുത്തത്. അതിന്റെ ഭാഗമായി വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും നിലവിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് സ്ഥലത്തുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനി മാത്രമാണ് കണ്ടറിയാനുള്ളത്. ശരി, വിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.